ഹലോ, കുട്ടികൾക്കൊക്കെ ഫീഡിംഗ് ബോട്ടിൽ യൂസ് ചെയ്യുന്ന അമ്മമാർക്ക് അറിയാൻ പറ്റുമായിരിക്കും. കുട്ടികൾ പാൽ കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കരച്ചിലായിരിക്കും. ഇതിൻ്റെ കാരണം കോളിക് പെയിൻ ആണ്. ഈ പെയിൻ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിലിപ്സിൻ്റെ ആൻറ്റി കോളിക് ഫീഡിംഗ് ബോട്ടിലുള്ളത്. ഇത് ഞാൻ എൻ്റെ മോൾക്ക് 2 മന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ബോട്ടിൽ 260 ml അല്ലെങ്കിൽ 9 ounce വരെ പാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ ബോട്ടിൽ BPA ഫ്രീ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നത് സേഫാണ്. ഈ ബോട്ടിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കാണിച്ചു തരാം. ഇത് മദേഴ്സിൻ്റെ ബ്രസ്റ്റ് പോലെ തന്നെയാണ്. കുട്ടി സക്ക് ചെയ്ത് വലിച്ചെങ്കിൽ മാത്രമേ പാൽ കൂടുതലായിട്ട് പുറത്തോട്ട് വരുള്ളൂ. മറ്റ് ബോട്ടിൽസിനെ പോലെ അൺകൺട്രോൾഡ് ആയിട്ട് പാൽ പുറത്തോട്ട് വന്ന് കുട്ടിക്ക് കുടിക്കാനുള്ള ഡിസ്കംഫേർട്ടൊന്നും ഉണ്ടാവില്ല. ഇതുപോലെയാണ് വരിക, അതായത് ടിറ്റായിട്ടാണ് വരിക. കുട്ടി വായിൽ വെച്ച് സക്ക് ചെയ്തെങ്കിൽ മാത്രമേ പാൽ നന്നായിട്ട് പുറത്തോട്ട് വരുള്ളൂ. ഫീഡിംഗ് ബോട്ടിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ റെഗുലർ ഫീഡിംഗ് ബോട്ടിനെക്കാട്ടിൽ എപ്പോഴും നല്ലത് ഒരു ആൻറ്റി കൊലിക്ക് ഫീഡിംഗ് ബോട്ടിൽ വാങ്ങിക്കുന്നത് തന്നെയാണ്.